പരിശുദ്ധാത്മാവ് നയിക്കുക, നിയന്ത്രിക്കുക മാത്രമല്ല, പവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്ന ഒരു ജീവിതമാണ്. ഇതാണ് ആത്മീയ ജീവിതത്തിന്റെ മറ്റൊരു അടയാളം. അയാളുടെ ശക്തി മുഴുവൻ ആരിലായിരിക്കും? പരിശുദ്ധാത്മാവിലാണ്. സക്രിയ പ്രവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, 4-ാം അധ്യായത്തിൽ സക്രിയ 4:6 അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ സ്ട്രെങ്ത്, ബട്ട് ബൈ മൈ സ്പിരിറ്റ്. ആത്മശക്തിയാൽ നയിക്കപ്പെടുന്ന ജീവിതം. സക്രിയ 4:6 നമ്മൾ വായിച്ചത്. കിട്ടിയവരെല്ലാവരും ഉറക്കെ വായിച്ചേ. കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലല്ല എൻ്റെ ആത്മാവിനാലാണ്. അപ്പൊ അതാണ് നമുക്ക് വേണ്ട ഒരു പവർ. ആരുടെ പവർ? സകലത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ക്രമത്തിലാക്കാൻ പറ്റുന്ന, അന്ധകാരത്തെ മാറ്റാൻ പറ്റുന്ന, ശൂന്യതയൊക്കെ ഫില്ല് ചെയ്ത് നമ്മുടെ ജീവിതത്തെ അഭിഷേകമാക്കി മാറ്റാൻ പറ്റുന്ന ഹോളി സ്പിരിറ്റിന്റെ പവറിൽ വേണം നമ്മൾ ജീവിക്കാൻ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അത് ചിലപ്പോൾ നമ്മളിപ്പോ ഒറ്റയ്ക്കായാൽ പോലും ഇരട്ടി പവർ പരിശുദ്ധാത്മാവ് വരും. ഒരു സിംഗിൾ ഹാൻഡ് ആയിട്ട് ഒറ്റ മനുഷ്യനിലൂടെ ലോകത്തെ മാറ്റുന്ന ഈശോ കാണിച്ചു തന്നിട്ടില്ലേ? ഒരൊറ്റ വ്യക്തിയിലൂടെ ആത്മാവിന്റെ തീ ഒരു ദേശം മുഴുവൻ പടർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ വീട്ടിൽ ഒരൊറ്റ ആൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആ വീട് മുഴുവൻ അഭിഷേകം നിറയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? 12 പേരെയും വെച്ച് ലോകം മുഴുവനും കൂടെ മാറ്റിമറിച്ച ഈശോയ്ക്ക് നമ്മൾ ഒരൊറ്റ ആള് ആത്മാവിൽ നിറയപ്പെട്ടാൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളെ മുഴുവൻ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണേ, ശക്തിപ്പെടുത്തണേ എന്ന് പറഞ്ഞ ഒരാൾ കൈ വിട്ടുകൊടുത്താൽ, കൈ പിടിച്ച് കർത്താവിന്റെ കൂടെ നിന്നാൽ അയാളെ പരിശുദ്ധാത്മാവ് നയിക്കും, വേണ്ട ശക്തി നൽകി അയാളെ ബലപ്പെടുത്തും. പറയാം ഹല്ലേലൂയ.